ഹായ് ഫ്രണ്ട്സ്, PC ഡ്രോപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ചരിത്രം, അതിൽ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏതൊരു PSC സിലബസ് എടുത്ത് നോക്കിയാലും അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് നമുക്കിത് കാണാം. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. നമുക്കറിയാം 1453 തുർക്കികൾ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അതോടുകൂടി യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള കരമാർഗം തടസ്സപ്പെടുകയാണ്. അത്തരത്തിൽ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഒരു കടൽ മാർഗത്തിനുള്ള റൂട്ടിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ 1488 ബർത്തലോമിയോ ഡയസ് എത്തിയെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ പിന്നീട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അവസാനം ഒടുവിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാരനായതുകൊണ്ട് അത്തരത്തിലൊരു വിശേഷണം പോർച്ചുഗലിന് പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ യൂറോപ്യൻ എന്ന് പറയുന്ന വാസ്കോഡ ഗാമയും ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുമാണ്. അപ്പോൾ അത്തരത്തിൽ ഓർത്തിരിക്കുക. അപ്പോൾ വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാടിലാണ് കപ്പലിറങ്ങുന്നത്. അപ്പോൾ അതെല്ലാം പ്രധാനമായിട്ടും ഓർത്ത് വെക്കണം. 1498 മെയ് 20 എന്നുള്ള ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ വാസ്കോഡ ഗാമയെ അയക്കുന്നത് 1497 അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. അതൊന്നും അത്ര സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ലിസ്ബണിൽ നിന്ന് മാനുവൽ 1 രാജാവാണ് അദ്ദേഹത്തെ അയക്കുന്നത്, ഗാമ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ 3 കപ്പൽ വ്യൂഹങ്ങളിലാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അതൊക്കെ SCERTയിൽ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. 3 കപ്പൽ വ്യൂഹങ്ങളിലായിട്ടാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അതിൽ അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് എന്ന് പറയുന്നത് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ് അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്. മറ്റ് കപ്പലുകളാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബറിയോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് ബർത്തലോമിയോ ഡോയസ് ആണ്. 1488 അദ്ദേഹത്തിന് ഈ നേട്ടം കൈവരിക്കാനായത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തുന്നതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് എന്ന് പറയുന്നത് സെൻറ്റ് ഗബ്രിയേൽ എന്നുള്ളതാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ ഭാഗത്ത് പറഞ്ഞത്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് KM പണിക്കറാണ്. ഇത് SCERT പോയിന്റിൽ പറയുന്നൊരു പോയിൻ്റാണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് KM പണിക്കറാണ്. അതുപോലെ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ ശേഷം സാമൂതിരി രാജാവുമായിട്ട് തെറ്റിയിട്ട് കണ്ണൂരിലേക്ക് പോവുകയും അവിടെ അവർ ഇത്രയും 1497 ലിസ്ബണിൽ നിന്നാണല്ലോ യാത്ര തിരിക്കുന്നത്. അത് തൊട്ടിട്ട് ഇവിടെ വന്ന് ഇത്രയും കാലം ഇവിടെ താമസിച്ച് 499 തിരിച്ചു പോകുന്നത്. അതുവരെയുള്ള ചെലവിൻ്റെ 60 മടങ്ങോളം ലാഭമാണ് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയത്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? കണ്ണൂരിൽ നിന്ന് കോലത്തിരി രാജാവിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും കിട്ടുന്നത്. കാരണം സാമൂതിരിയുമായിട്ട് അദ്ദേഹം ഉടമ്പടിയിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാമൂതിരി സമ്മതിക്കാത്ത പക്ഷം പിന്നീട് കണ്ണൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് അദ്ദേഹം ധാരാളം കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കയറ്റിയിട്ട് തിരിച്ചു പോവുകയും അങ്ങനെ വന്നതിൻ്റെ 60 ഇരട്ടി ലാഭം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് SCERTയിൽ പറയുന്നതാണ്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് KM പണിക്കരാണ്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ എന്ന് ഗാമയെ വിളിച്ചത് മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ എന്ന് ഗാമയെ വിളിച്ചത് മാനുവൽ രാജാവാണ്. അതുപോലെ കാർട്ടസ് വ്യവസ്ഥ. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കാർട്ടസ് വ്യവസ്ഥ. അത് മെയിനായിട്ട് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതായത് ആദ്യം ഗാമ വന്നു, പിന്നെ പെട്രോ അൽവാരസ് കബ്രാളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരൊന്നും വന്നത് സഞ്ചാരികളായിട്ടും കമ്പനി പ്രതിനിധികളൊക്കെ ആയിട്ടാണ്. പക്ഷേ വൈസ്രോയി ആയിട്ട് വരുന്നത്, ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആയിട്ട് വരുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക.
അതുപോലെ തന്നെ നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി, അത് നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രേയും അൽമേഡയാണ്. എന്താണ് നീലജല നയം? ശക്തമായ നാവികപ്പടയുടെ സഹായത്തോടുകൂടി സമുദ്ര മേധാവിത്വം സ്ഥാപിക്കുന്നതാണ് നീലജല നയം. കാർട്ടസ് വ്യവസ്ഥ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നീലജല നയം, അത് ഓർത്തിരിക്കുക. അതുപോലെ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണിത വ്യക്തി. ഒരുപാട് കോട്ടകൾ പോർച്ചുഗീസുകാർ പണിതിട്ടുണ്ടല്ലോ അല്ലേ? അതിലൊന്നാണ് സെന്റ് ആഞ്ചലോ കോട്ട. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണിതതും ഈ അൽമേഡാണ്. അൽമേഡയുടെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ആദ്യത്തെ അദ്ദേഹം വൈസ്രേയി ആയിരുന്നു, പോർച്ചുഗീസ് വൈസ്രേയി ആയിരുന്നു. പിന്നെ നീലജലം നടപ്പിലാക്കി. ഇപ്പോൾ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രേയി എന്ന് പറയുന്നത് അൽബൂക്കർക്കാണ്. അൽമേഡയ്ക്ക് ശേഷം വൈസ്രേയി ആവുന്ന വ്യക്തിയാണ് അൽബൂക്കർക്ക്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രേയും അൽബൂക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നതും അൽബൂക്കർക്കാണ്. അൽമേഡ വന്നു, ആദ്യ വൈസ്രേയിയായി. പക്ഷേ അദ്ദേഹത്തിന് അത്രത്തോളം ഒന്നും കോളനിവൽക്കരണം നടത്താൻ കഴിയുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ കോളനിയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി പോർച്ചുഗീസ് പ്രദേശങ്ങളൊക്കെ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ കുറച്ചുകൂടെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അൽബൂക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് അൽബൂക്കർക്കാണ്. അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥ അഥവാ മിശ്ര വിവാഹ വ്യവസ്ഥ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രേയും അൽബൂക്കർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട മിശ്ര കോളനി വ്യവസ്ഥ അഥവാ മിശ്ര വ്യവസ്ഥ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിച്ചിട്ട് അത്തരത്തിൽ അവർ ഇവിടെ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ട് കോളനി വികസിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത്തരത്തിൽ അൽബൂക്കർക്ക് അങ്ങനെ മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ മിശ്ര വിവാഹ വ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്തു. അതുപോലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വ്യക്തി അതും അൽബൂക്കർക്കാണ്. അദ്ദേഹം കൊച്ചിയിലത്തെ ആസ്ഥാനം ഗോവ കേന്ദ്രമാക്കി മാറ്റി അതും അൽബൂക്കർക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗീസുകാരെ നടപ്പിലാക്കിയെന്ന് ഓർക്കുക. നീലജല നയം അത് ഓർത്തിരിക്കുക. അതുപോലെ സെന്റ് ആഞ്ചലോസ് കോട്ട അൽമേഡയാണ് പണിയത്. നീലജല നയം നടപ്പിലാക്കുന്നതും അൽമേഡയാണ്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രേയും അൽമേഡയാണ്. സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രേയി അൽബൂക്കർക്കാണ്. അതുപോലെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബൂക്കർക്കാണ്. മിശ്ര കോളനി വ്യവസ്ഥ അഥവാ മിശ്ര വിവാഹ വ്യവസ്ഥ നടപ്പിലാക്കിയതും അൽബൂക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വ്യക്തിയും അൽബൂക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയായ മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിൽ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച യൂറോപ്യന്മാർ നിർമ്മിക്കുന്ന ആദ്യ കോട്ട എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ്. അതെവിടെയാണ്? കൊച്ചിയിലാണത്. അത് സ്ഥാപിച്ചത് അൽബൂക്കർക്കാണ്. അപ്പോൾ അൽമേഡ ഒരു കോട്ട സ്ഥാപിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹം സ്ഥാപിച്ചത് സെന്റ് ആഞ്ചലോ കോട്ടയാണ്. പക്ഷേ ഇന്ത്യയിൽ കാരണം അൽബൂക്കർക്ക് മുന്നേയും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം 2ാമത്തെ വൈസ്രേയി ആണെങ്കിലും അൽമേഡയ്ക്ക് മുന്നേ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നിർമ്മിച്ച ഒരു കോട്ടയാണ് നമ്മളുടെ മാനുവൽ കോട്ട നിർമ്മിച്ചതും അൽബൂക്കർക്കാണ്. അൽബൂക്കർക്ക് സെക്കൻഡ് വൈസ്രേയിയാണ്. അതും ഓർത്തിരിക്കുക. മറ്റു പോർച്ചുഗീസ് കോട്ടകൾ എന്ന് പറയുന്നത് കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ചാലിയൻകോട്ട എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ളതാണ് ചാലിയൻകോട്ട. അതുപോലെ തന്നെ സാമൂതിരിയുടെ നാവിക പടത്തലവൻ കുഞ്ഞാലി മരക്കാർ അല്ലേ? കുഞ്ഞാലി മരക്കാരാണ് സാമൂതിരിയുടെ നാവിക പടത്തലവൻ എന്ന് പറയുന്നത്. ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം ഭയന്നുകൊണ്ട് നേരിടാനായിട്ട് അവർ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. അത് കോഴിക്കോടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷമുള്ള കോട്ടയും ഈ ചാലിയൻകോട്ടയാണ്. ചാലിയൻകോട്ട തകർത്തതാരാണ്? കുഞ്ഞാലി മരക്കാർ 3ാമനാണ് ചാലിയൻകോട്ട തകർത്തത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ചാലിയൻകോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ 3ാമനാണ്. അതുപോലെ കുഞ്ഞാലി മരക്കാർ 4ാമനെ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600ആണ്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് കുഞ്ഞാലി മരക്കാരുടെ പതനം, കുഞ്ഞാലി മരക്കാർമാരുടെ അതുപോലെ തന്നെ സാമൂതിരിമാരുടെയൊക്കെ ഒരു പോർച്ചുഗീസുകാരുടെ മുന്നിലുള്ള ഒരു പതനമായിട്ട് കണക്കാക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞാലി മരക്കാർ 4ാമനെ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് ഡച്ചുകാർ വന്നതോടുകൂടി പോർച്ചുഗീസുകാരും തകരുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. പിന്നീട് ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഫത്തഹുൽ മുബീൻ എന്ന വ്യക്തമായ വിജയം എന്നാണ് ഒരു വാക്കിൻ്റെ അർത്ഥം. അത്തരത്തിലുള്ള പുസ്തകം രചിച്ചത് ഗാസി മുഹമ്മദാണ്. അപ്പോൾ ഈ ചാലിയൻകോട്ടയിലെ വിജയം, അതായത് പോർച്ചുഗീസുകാരുടെ പരാജയം, അതായത് നമ്മളുടെ കുഞ്ഞാലി മരക്കാരുടെ വിജയം, അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫത്തഹുൽ മുബീൻ എന്ന് പറയുന്ന പുസ്തകം, വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, അത് രചിച്ചത് ഗാസി മുഹമ്മദാണ്. മെയിനായിട്ട് SCRT പുസ്തകങ്ങളിലൊക്കെ മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റിലൊന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന തുഹത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. തുഹത്തുൽ മുജാഹിദീൻ ഓർത്തിരിക്കുക. തുഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് പുസ്തകം രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. അതും ഓർത്തിരിക്കുക. അറബി ഭാഷയിലാണ് അദ്ദേഹം രചിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി എന്ന് പറയുന്നത് ഈ തുഹത്തുൽ മുജാഹിദീനാണ്. ആ വാക്ക് പ്രത്യേകം അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. തുഹത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ.
അപ്പോൾ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. SCERT പറയുന്ന മറ്റൊരു പോയിന്റാണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇതെല്ലാം കൊണ്ടുവന്നത് മെയിനായിട്ട് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. അതും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങൾ പറഞ്ഞത് മാനുവൽ കോട്ട അൽബുക്കർക്കാണ്. സെന്റ് ആഞ്ചലോ കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പണിയുന്നത് അൽമേഡയായിരുന്നു. മാനുവൽ കോട്ട അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ സാമൂതിരിയുടെ നാവിക പടത്തലവനായിട്ടുള്ള കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ചാലിയം കോട്ടയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ ആക്രമണം നേരിടാനായിട്ട്, കുഞ്ഞാലി മരക്കാർമാരുടെ ആക്രമണം നേരിടാനായിട്ട് പണിതാണ് ചാലിയം കോട്ട. കോഴിക്കോട് ജില്ലയിലാണ് അതുള്ളത്. പിന്നീട് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ചാലിയം കോട്ട തകർക്കുകയാണ്. അതുപോലെ തന്നെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതും ചാലിയം കോട്ടയാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ വധിച്ച വർഷം 1600 അതുപോലെ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഖാസി മുഹമ്മദാണ്. അതുപോലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന തുഹത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. അറബി ഭാഷയിലാണ് രചിച്ചത്. പിന്നെ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്, കുറച്ച് കുറവുകളുണ്ടാവും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.